അബ്ദുറഹീമിനെ കൊലക്കയറിന് വിട്ടു നൽകില്ലെന്ന് മലയാളികൾ. അബ്ദുറഹീമിൻ്റെ മോചനത്തിനായി പണം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. 30 കോടി നിലവിൽ പിന്നിട്ടു കഴിഞ്ഞു. സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന മലയാളി യുവാവ് അബ്ദുറഹീമിൻ്റെ മോചനത്തിനായി ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നു. 3 ദിവസം കൊണ്ട് ഇനി സ്വരൂപിക്കേണ്ടത് 4 കോടി രൂപ മാത്രമാണ്. ഇതിനോടകം 30 കോടി രൂപ ലഭിച്ചു കഴിഞ്ഞു. ഇന്ന് രാവിലെ 25 കോടിയുണ്ടായിരുന്നത് വൈകുന്നേരമായപ്പോൾ 30 കോടിയിലെത്തി. അബ്ദുറഹീമിൻ്റെ മോചനത്തിനായി പണം സ്വരൂപിക്കുന്നതിനായി സേവ് അബ്ദുറഹീം എന്ന ഒരു ആപ്പും രൂപീകരിച്ചിട്ടുണ്ട്. ഈ ആപ്പിലൂടെയാണ് പ്രധാനമായും പണം സ്വരൂപിച്ചുകൊണ്ടിരിക്കുന്നതും കണക്കുകൾ അറിയുന്നതും. 10 രൂപ മുതൽ കോടികൾ വരെ സംഭാവന നൽകുന്നവരെ നമുക്ക് ഇതിലൂടെ കാണാം. കേസിൽ കഴിഞ്ഞ 16 വർഷമായി റിയാദ് ജയിലിൽ കഴിയുകയാണ് കോഴിക്കോട് കോടമ്പുഴ മച്ചിലകത്ത് പീടിയേക്കൽ വീട്ടിൽ അബ്ദുറഹീം. 2006 നവംബറിൽ 26 വയസ്സിലാണ് അബ്ദുറഹീം ഹൗസ് ഡ്രൈവർ വിസയിൽ റിയാദിലെത്തിയത്. സ്പോൺസർ ഫായിസ് അബ്ദുള്ള അബ്ദുറഹ്മാൻ അൽ ഷഹറിയുടെ മകൻ അനസിനെ പരിചരിക്കലായിരുന്നു പ്രധാന ജോലി. കഴുത്തിന് താഴെ ചലനശേഷിയില്ലാത്ത അനസിന് ഭക്ഷണം നൽകിയിരുന്നത് കഴുത്തിൽ ഘടിപ്പിച്ച ഉപകരണം വഴിയായിരുന്നു. 2006 ഡിസംബർ 24-നാണ് അബ്ദുറഹീമിൻ്റെ കൂടെ GMC വാനിൽ യാത്ര ചെയ്യുകയായിരുന്ന അനസ് മരിച്ചത്. ഷോപ്പിങ്ങിനായി പുറത്തു പോകുമ്പോൾ ട്രാഫിക് സിഗ്നൽ കട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ട് അനസ് റഹീമിനോട് വഴക്കിട്ടു. ഇത് അനുസരിക്കാതിരുന്ന അബ്ദുറഹീമിൻ്റെ മുഖത്ത് അനസ് പലതവണ തുപ്പി. ഇത് തടയാൻ ശ്രമിച്ചപ്പോൾ അബദ്ധത്തിൽ കൈ കഴുത്തിലെ ഉപകരണത്തിൽ തട്ടുകയും അനസ് ബോധരഹിതനാകുകയും മരിക്കുകയും ചെയ്യുകയായിരുന്നു. ഇതോടെ അബ്ദുറഹീം ബന്ധുവായ കോഴിക്കോട് നല്ലളം സ്വദേശി മുഹമ്മദ് നസീറിനെ വിളിച്ചു വരുത്തി. പിടിച്ചുപറിക്കാർ റഹീമിനെ ബന്ദിയാക്കി അനസിനെ ആക്രമിച്ചു എന്ന രീതിയിൽ ഇരുവരും ചേർന്ന് ഒരു കള്ളക്കഥയുണ്ടാക്കി. റഹീമിനെ സീറ്റിൽ കെട്ടിയിട്ട് പോലീസിനെ വിവരമറിയിച്ചു. എന്നാൽ പോലീസ് എത്തി ചോദ്യം ചെയ്തതോടെ കള്ളക്കഥയാണെന്ന് ബോധ്യപ്പെടുകയും ഇരുവരെയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. 10 വർഷത്തിനു ശേഷം നസീറിന് ജാമ്യം ലഭിച്ചു. റഹീം വധശിക്ഷയും കാത്ത് അൽഹായർ ജയിലിൽ തുടരുകയാണ്. റഹീമിന് നിയമസഹായം നൽകുന്നതിനായി റിയാദിലെ സാമൂഹിക സംഘടനാ പ്രതിനിധികളടങ്ങുന്ന കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട്. സൗദി രാജാവിന് ദയാഹർജിയും നൽകിയിട്ടുണ്ട്. ദിയാപ്പണമായ 34 കോടി രൂപ കണ്ടെത്താൻ സഹായിക്കണമെന്ന് റഹീമിൻ്റെ കുടുംബം ഇന്ത്യൻ എംബസിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൊല്ലപ്പെട്ട സൗദി ബാലൻ്റെ കുടുംബവുമായി ഒത്തുതീർപ്പ് ചർച്ച നടത്താനുള്ള ശ്രമത്തിലാണ് ഇന്ത്യൻ എംബസി. ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ്.